എത്തിക്കഴിഞ്ഞു. ഇതാണ് ഭഗവാൻ ചെയ്ത് പോകുന്നത്. കണ്ടുപിടിച്ചിട്ട് അത് നോക്കി കാണാൻ നോക്കിത്തന്നെ പറ. അവിടെ ഇവർ തന്നെ കണ്ടേ, പാറ കണ്ടോ, പാറ കണ്ടോ? ഓ തിരിച്ച് അങ്ങോട്ട് നോക്കി എച്ചു നോക്കി. അങ്ങനത്തെ ഒരു ഗ്യാപ്പ് വെള്ളം കാണാവോ? ഈ കൊള്ളം ആ പുഴ ഈ കുളം കാണാവോ? ഈ ഗ്യാപ്പ് ഗ്യാപ്പ് കൊണ്ട് കണ്ട ഗ്യാപ്പ്, ആ ഗ്യാപ്പ് ഒന്ന് സൂക്ഷിച്ച് നോക്കണം. എച്ചു നോക്കിയാണ് ആ ഗ്യാപ്പ്. എവിടെ ഗ്യാപ്പ് ഈ വെള്ളം എല്ലാം ഗ്യാപ്പിൽ കണ്ടോ? എല്ലാവരും എന്ന് നോക്കി. ഇവിടെ ഭഗവാൻ ശിവനും പാർവതിയും അവർ കൈലാസം താമസിക്കുമ്പോൾ ചെറിയൊരു വഴക്കുണ്ടായി, ചെറിയൊരു സൗന്ദര്യ പ്രശ്നം. വഴക്ക് മൊത്തം ഭഗവാൻ ക്ഷിപ്രകോപി ദേഷ്യം കയറും. അതോടെ അദ്ദേഹം ഇറങ്ങിപ്പോന്നു എന്ന് പറഞ്ഞ ദൈവങ്ങൾ സാധനം എങ്ങനെ നടക്കുമെന്ന് ഓടുകയാണോ? ഒരു തീ കണ്ടോ? മഹാഭാരതം കണ്ടോ? പറക്കും അല്ലെങ്കിൽ അപ്രത്യക്ഷം അല്ലേ? യെസ്, അപ്പിയർ ആൻഡ് ഡിസപ്പിയർ. അപ്രത്യക്ഷമായി നേരെ ഒരു 2 കിലോമീറ്റർ സ്ഥലം തൃക്കാരൂര് അവിടെ നമുക്ക് ആരംഭിച്ചു. ഈ ഭഗവാൻ ഇല്ലാത്ത കൈലാസം വെറും ശൂന്യമാണെന്ന് മനസ്സിലാക്കിയ പാർവതി ദേവി, ഈ ഭഗവാൻ ഭൂതനാഥന, ഭൂതങ്ങളുടെ ഹെഡ് നമുക്കറിയാം. ഈ ഭൂതഗണങ്ങളെല്ലാം വിളിച്ചുട്ടി എല്ലാം ഹാജരായി. എത്രയും പെട്ടെന്ന് ഭഗവാനെ ഈ തൃക്കാരൂരിൽ കൈലാസത്തേക്ക് എത്തിക്കുക ദേവിയുടെ ഓർഡറാ. കേൾക്കാതിരിക്കുമല്ല, അവരിങ്ങ് പോകുന്നു. പക്ഷെ അവർക്കറിയാം ഭഗവാനെ മടക്കിക്കൊണ്ടൊക്കെ നടക്കില്ല. ക്ഷിപ്രകോപിയാണ്. ദേഷ്യയുടെ ശിവന്റെ ഒരു കുഴപ്പമുണ്ടറിയാമോ? എന്നാ ഉദ്ദേശിച്ചിട്ട് കുഴപ്പം? അതെ, തൃക്കണ കത്തി ചാമ്പലായിക്കളെ. ഇനി കൊണ്ട് ചെന്നില്ലെങ്കിലോ ഈ ഭഗവാനെ കൈലാസം കൊണ്ട് ചെന്നില്ലേ പ്രശ്നമാ? അവർക്ക് ഏറ്റവും പാർവതി കൈലാസത്തേക്ക്. അപ്പൊ തൃശങ്ക സ്വർഗ്ഗഭൂതങ്ങൾക്ക് അവർക്ക് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഇവർ ആലോചിച്ചവർ ഐഡിയ ചെയ്ത് നോക്കണേ. വീതിയുള്ള പെരിയാറ് താഴെ കെടുകയാണ്. ഈ പെരിയാറിന് കുറുകെ ഡാം കെട്ടുക, ചിറ കെട്ടുക. നോക്കി ഓരോ കല്ലുകളുണ്ടോ? ഒരേ കല്ല് കെട്ടി പോയി അങ്ങനെ കണ്ട ഗ്യാപ്പില്ലേ? ഒരു ഗ്യാപ്പ്. ആ ഗ്യാപ്പ് മൂടിക്കഴിഞ്ഞാൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നോക്കണേ, വെള്ളം ഇങ്ങനെ പൊങ്ങും. വെള്ളം മുങ്ങിയാൽ ഭഗവാൻ ഈ തൃക്കാരി വെള്ളം കയറി മുങ്ങും. താപസൊക്കെ അവസാനിച്ച് കൈലാസികാല് പൊക്കോളും എന്നാണ് ഭൂതങ്ങൾ കരുതിയെ. അവർ കെട്ടാൻ തീരുമാനിച്ചു. കെട്ടുന്നതിന് പ്രത്യേകത, രാത്രി മാത്രമേ അവർക്ക് പവർ ശക്തിയുള്ളൂ, പകൽ ശക്തിയില്ല. രാത്രി ഭൂതങ്ങൾ ഒരേ കല്ല് കെട്ടിപ്പോയി അക്കരെയും ഇക്കരെയും കിട്ടി. ആ കാണുന്ന ഗ്യാപ്പ് മൂറിനേക്ക് മുമ്പ് തന്നെ കാര്യം നമ്മുടെ ദൈവയുടെ ദേഷ്യപ്പെട്ടേക്ക് പോന്നേക്കണേ. എങ്കിലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ അവസ്ഥ എന്നറിയാൻ വേണ്ടി ഭഗവാൻ ദിവദർശി കൈലാസേക്ക് നോക്കി. കണ്ട കാഴ്ച തന്നെ ദേവി ഭൂതങ്ങളെ വെച്ചേക്കണു, ഭൂതങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കണു. ആ ഗ്യാപ്പോടെ കെട്ടിയാൽ അദ്ദേഹം എനിക്ക് തൃക്കാരി വെള്ളം കയറി മുങ്ങും. അത് മനസ്സിലാക്കിയ ഭഗവാൻ ഒരു തന്നെ ഷേപ്പ് മാറി, രൂപം മാറി. എന്തൊരു കോഴിയായിട്ട് കോഴിപ്പൂനായിരുന്നു കൂവി. സാധാരണ കോഴി കൂവി എന്ത് സംഭവിക്കും? നേരം വിളിത്താലോ ഭൂതങ്ങൾ ശക്തി പോയി, രാത്രി പവറുള്ളൂ. അപ്പൊ കോഴി കുവി നേരം വിൽക്കാറായി, നമ്മുടെ ശക്തി ക്ഷയിക്കാറായി, നമുക്ക് ഈ പണി ഇവിടെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് ഭൂതങ്ങളെല്ലാം കൂടി പരിപാടി അവിടെ അവസാനിപ്പിക്കുന്നു. അവർ മടങ്ങിപ്പോകുന്നു. അങ്ങനെ ശരിക്കും ഭൂതത്തമാരെ കെട്ടുകൊണ്ട് ഭൂതത്താൻ കെട്ട് എന്ന് വിടുന്ന കഥ പറഞ്ഞ കഥയാണ്. ചോദ്യം പാടില്ല, നിങ്ങളാരും ചോദിച്ചില്ല. കോളേജിൽ പിള്ളേർ ചോദിക്കും ചേട്ടാ സംഭവിച്ചു, അതിന് പിറ്റേ ദിവസം കേട്ടാൽ സ്ട്രൈക്ക് ആയിരുന്നോ? അല്ലാതെ യൂണിവേഴ്സിറ്റി ചോദിച്ചേക്കരുത്. ചോദ്യം ചോദിക്കാൻ പാടില്ല, കളി ചോദ്യം പാടില്ല.